നീ എന്തിനു മീൻ വറക്കും? മീന വറവ് തന്നെ വറക്കുമല്ലേ? എന്നാ എന്നാ വറക്കാൻ ഉദ്ദേശിച്ചാ? തിരിച്ചു മറിച്ച് വിടണമെങ്കിൽ ചൂടാ, എണ്ണ തളിക്കും മോൾക്ക്. മാതിരാണെങ്കിൽ ഞാൻ ഒന്ന് വിളിപ്പിക്കാം. എടു അത് പൊടിച്ചു ലിമിറ്റല്ലേ ലിമിറ്റ്. നമ്മൾ എന്റെ ജേഴ്സി ആണല്ലോ. ജേഴ്സി ഫുട്ബോൾ കളിക്കാൻ പോയാലോ? ഫുട്ബോൾ കളിക്കാൻ അറിയാവോ? അടപ്പ് വേണ്ട, നീ പറക്കും അടപ്പ് വേണ്ട. അടപ്പ് വെച്ചാൽ ഇതിന്റെ ഒരു ആദ്യമുണ്ട് വെള്ളം, അത് ഇല്ലാത്തോണ്ട് വീണ എണ്ണ ഞാൻ പൊട്ടിത്തെറിയും. അതുകൊണ്ടാണ് നീ മറക്കുമ്പോൾ നീ വെക്കാതെ. ചോറാണോ? കുറെ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നത് പൊതിച്ചോറ് കഴിക്കണം, വീട്ടിലുണ്ടാക്കി കഴിക്കണമെന്ന്. അത് ഇതുവരെ ഒന്ന് സെറ്റായില്ല. അപ്പൊ ഇന്ന് കിളിമീൻ വാങ്ങിച്ചു, നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ട്, പയറുതോരനുണ്ട്. അത് വെച്ച് അത്ര സാധനമേ ഉള്ളൂ, അത്ര സാധനം വെച്ച് നമുക്കൊരു പൊതിച്ചോറ് കേട്ടാം. അപ്പം പൊതിച്ചോറ് കഴിക്കല്ലോ സാറേ? എന്നെടുക്കാൻ പോയി പോകും. ആ ഓക്കെ, വാഴയില വെട്ടിട്ട് തരാം. ഭയങ്കര വലുതാ. പക്ഷെ എങ്ങനെയാ വാഴയില വെട്ടുമ്പോ പെട്ടെന്ന് ഒറ്റൊരടി അടിച്ചാ പോന്നെ? വീടെടുക്കണ്ട. നേമ ജൂനിയർ വാഴയില വെട്ടി എങ്ങോട്ടാ പോന്നെ? നാടൻ ചാക്കരി ചോറാണ്. ചാക്കരി ചോറ് റേഷനരി ഒത്തിരി നല്ലതല്ലേ? അതുള്ള ലമി മൺപയർ ഓരോ ഇത് തേങ്ങ ചമ്മന്തി. ഇത് നല്ല അമ്പഴങ്ങ അച്ചാർ. അങ്ങനെ നമ്മുടെ പൊതിച്ചോറൊക്കെ സെറ്റേ. ഇത് കുറഞ്ഞാൽ ഇരിക്കണം, അതെ കഴിക്കാൻ പറ്റും. അതിന് വേണ്ടിക്കല്ലേ നിനക്ക് പൊതിച്ചോറ് പൊതിച്ചോറ് ഇതിനൊരു മണമാണ്. മണം നോക്കിയാൽ അറിയത്തുള്ളൂ. എന്തിനാണ് വീടരുത്? ഇവിടെ വാ, ഇവിടെ വന്നിട്ട് മണം നോക്കൂ. ഇല്ലേ ഒരു മണമില്ല. ഒത്തിരി കാലം കൂടി നമ്മള് പൊതിച്ചോറ് ഈ കുറെ നാളെ ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇടയ്ക്കാ. പക്ഷെ നമ്മൾ ഒരു കറിയൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. അപ്പൊ ഇന്ന് 2-3 കറി ഉണ്ടാക്കാൻ പറ്റിയത് കൊണ്ട് അങ്ങ് കഴിക്കാന്ന് വെച്ച് പെട്ടെന്ന് തോന്നിയതാണ്. ചമ്മന്തി എഴുതി അതിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഉള്ളൂ. ഈ ചോറിനകത്ത് ഇങ്ങനെ പറ്റിയിരിക്കും, ഇങ്ങനെ കൊണ്ട് ഇളക്കും. ചമ്മന്തി വെച്ച കഴിക്കില്ല അതാണ് ഇതല്ലേ? ഇല്ല അപ്പുറം നല്ല മീനാണ്. ഇവർക്ക് നല്ലതല്ലേ? ഈ ഉച്ചക്ക് ഈ 12:30 ആകുമ്പോഴല്ലേ ചോറ് വന്നത്. 12:30 1 മണിക്കായിരുന്നു തോന്നുന്നു ഞാൻ അച്ഛക്ക് കഴിയുമ്പോൾ. അപ്പൊ ഈ ഇടയ്ക്കാതിരുന്നിട്ട് ഇങ്ങനെ ചോറിന്റെ മണം വരും ക്ലാസ്സിലേക്ക്. ഇത് ഇപ്പം പൊരിഞ്ഞത് പോലെ പൊതിഞ്ഞിട്ട് അച്ഛൻ ഒരു ലഞ്ച് ബോക്സിനകത്ത് വെക്കുവായിരുന്നോ അതോ ഇങ്ങനെ? ഇങ്ങനെ ലഞ്ച് ബോക്സും ഉണ്ടായിരുന്നു വേറെ. ലഞ്ച് ബോക്സ് വേറെ ഇങ്ങനെ കൊണ്ടുപോകാനായിരുന്നു ഇഷ്ടം. ലഞ്ച് ബോക്സിനെക്കാളും കിളിമീൻ മാത്രം നല്ല പ്രത്യേക രുചിയാണ്. ഇത് നല്ല ഫ്രഷ് കിളിമീൻ. ഇപ്പൊ കിളിമീൻ ചാകരയല്ലേ, ഒത്തിരി കിളിമീൻ ഒത്തിരി കിട്ടുന്നുണ്ട് ഇപ്പം. കിളിമീൻ തന്നെ
ക്രീമും തന്നെ ചോറിനോട് വെട്ടി നടക്കാതെ മീൻ തന്നെ കഴിക്കണം വെജിറ്റേറിയൻ ചെയ്യാം. സൂപ്പർ. സൂപ്പർ. അതൊന്നും ബാക്കി മുള്ളും വേസ്റ്റും എനിക്ക്, പീസ് നിനക്ക്. മറ്റൊന്ന് കുറിച്ച് പറഞ്ഞോട്ടെ. ഊയ്യ മണത്തിൽ ഇങ്ങനെ പയറുകാരനൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ടുള്ളോ? അയ്യോ തേങ്ങാ ചമ്മന്തി കളക്കണം. അമ്പഴങ്ങാട് ഇതേ ഒരു വെളുത്തുള്ളി, ഒരു കാന്താരി, ആഹാ ഇങ്ങനെ നമ്മൾ ഇളക്കണം. ഇങ്ങനെ ഇങ്ങനെ നോക്കി പയറുകാരൻ വെച്ച് നോക്കാം. മീൻ കഴിക്കത്തേ ഉള്ളൂ. പപ്പടം കൂടി, പക്ഷെ പപ്പടം തണുത്തു പോകും. പക്ഷെ എന്നാലും അത് കൂടി കഴിക്കുന്ന ടേസ്റ്റ് ആണ്. ആയി വെള്ളത്തിൽ എന്റെ കഴിക്കണേ കഴിക്കണേ. കിളിമീൻ സൂപ്പറാണോ? ഇന്നലെ നല്ല ഫ്രഷ് കിളിമീനായിരുന്നു. നോക്കണം കിളിമീൻ ഇടയ്ക്കിടെ കൊണ്ടുപോകണം. അപ്പം ചമ്മന്തി കുറേ വേണം. ഈ പയറുകൊണ്ടൊക്കെ ഇലക്കാൻ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കുറെ നേരം ഈ ഇരുന്ന് അറിയുമല്ലോ. എന്നത്തെ ആ ഒരു ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റാത്ത ടേസ്റ്റാ. അമ്പഴങ്ങ അച്ചാർ എരണം ഒന്നും പറയാനോ സാറാ. നൊസ്റ്റു ഇപ്പൊക്കെ വശമെന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം വെച്ചില്ലേ, 10-20 മിനിറ്റ് വെച്ചുള്ളൂ. പക്ഷെ ഒരു 1-2 മണിക്കൂർ ഇരിക്കുവാണെങ്കിൽ ഒന്നും പറയണ്ട. പണ്ടൊക്കെ ഇത്രയും അറിയുന്നില്ല. കൂടി വന്നാൽ ഒരു മീനും ചമ്മന്തി തോരനും അച്ചാർ അത്രയുണ്ട്. ചിലരൊക്കെ പൊതുവെ ഉണ്ടാകുന്ന ഒത്തിരി കറികളൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലൊന്നും അത്ര ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ വീട് തോരൻ കാണും, ഒരു അച്ചാർ ഉണക്കമ്മ. നമ്മൾ മാങ്ങ ഉണങ്ങി വെക്കുക അല്ലേ, ഇവിടെ മൂടമാവുണ്ട്. ഉണക്കമായാണ് സ്ഥിരം. ഈ വൻപയർ എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നതാണ് ജൂബി. അവൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു ഈ വൻപയർ തോരൻ. പക്ഷെ ഞാൻ എത്ര ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അമ്മ ഉണ്ടാക്കിയിട്ട് അത് ചുമന്നിരിക്കത്തില്ല. അവിടെ നിന്ന് അവൻ കൊണ്ടുവരുന്നത് ഒരു ചുമന്ന കളറായിരുന്നു. അതിൻ്റെ വ്യത്യാസമാണെന്ന് അറിയില്ല. ആ പയർ തോരൻ വൻപയർ തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും അവനെ ഓർമ്മ വൻപയർ തോരനാണ് ഓർമ്മ വരുന്നത്. മഴ കാരണം ചുമ പിടിച്ചു. എന്നാ പറയാനാ, ചുമയുണ്ട്. ഇല്ല തൊലിയുടെ ഇതാ പപ്പടം വേണം. ഈ മുള്ളൂടെ ഇല്ലാണെങ്കിൽ ആസ്വദിച്ചങ്ങ് കഴിക്കാം. ഒന്നും വേണ്ട, ഇന്ന് ചോർന്നത്